2 ദിവസം മുമ്പാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത്. അപ്പോൾ കരുതി വേഗം തന്നെ വീഡിയോ ആക്കി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ മറന്നുപോകും. ഇത് ഉണ്ടാക്കുന്ന സ്റ്റെപ്സ് ഒന്നും വിശദീകരിച്ച് പറഞ്ഞു തരേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വീഡിയോ കാണുന്ന നേരം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ കാണുന്നത് പോലെ പേപ്പർ നല്ല രീതിയിൽ മടക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒരു പക്ഷേ ഫസ്റ്റ് ട്രൈ ഒന്നും ഇത് ശരിയാവണമെന്നില്ല. ഞാനും 1-2 തവണ ട്രൈ ചെയ്തതിന് ശേഷമാണ് എനിക്കൊന്ന് സക്സസ് ആയി കിട്ടിയത്. ഒരു ഫ്ലവർ സക്സസ് ആയി കിട്ടിയാൽ പിന്നീട് അങ്ങോട്ട് എത്ര ഫ്ലവർ വേണേലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആദ്യമായി ട്രൈ ചെയ്തത് ഒരു മിനിയേച്ചർ ഫ്ലവർ ഉണ്ടാക്കാനായിരുന്നു. അത് പക്ഷേ വലിയ പാടായിപ്പോയി. ചെറിയൊരു പേപ്പർ എടുത്ത് ഇത്തരത്തിൽ മടക്കി ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് വീഡിയോയ്ക്ക് വേണ്ടി കുറച്ചുകൂടി വലിയ ഫ്ലവർ ഉണ്ടാക്കാമെന്ന് കരുതി ഞാനൊരു 10 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള പേപ്പർ വെച്ചാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതും കുറച്ച് ചെറുതായി പോയോ എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി വലിയ പേപ്പർ വെച്ച് ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി വലിയ ഫ്ലവർ കിട്ടുമായിരുന്നു. എന്തായാലും ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും ചെറിയ ഫ്ലവേഴ്സ് തന്നെയാണ് കാണാൻ ഭംഗി. എനിക്കിവിടെ കിട്ടിയത് ഒരു മീഡിയം സൈസുള്ള ഫ്ലവേഴ്സാണ്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത്തരം ക്രാഫ്റ്റ് ഒരുപാട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് കുറേ കാലം ചെയ്യാതിരുന്ന് ഇപ്പം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അന്ന് ചെയ്തതൊന്നും ഇന്ന് ഓർമ്മയില്ല. അത് അല്ലേലും അങ്ങനെയാണല്ലോ, ഏതൊരു വിദ്യയും ഉപയോഗിക്കാതിരുന്നാൽ തുരുമ്പെടുത്ത് പോവില്ലേ. അങ്ങനെ ഇത്രയും പറഞ്ഞു തീർത്തതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം 4 ഫ്ലവേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ.